Hi, I am Roger Hughes, Managing Director of Alpha Academy and Genius Integrated School, Alappuzha. 2024 നീറ്റ് എക്സാമിനേഷൻ്റെ മാർക്കിനെ ബേസ് ചെയ്തിട്ട് അഡ്മിഷൻ ലഭിക്കുന്ന BSc നഴ്സിംഗിൻ്റെയും അതേപോലെ 11 അലൈഡ് കോഴ്സുകൾക്കും ഇന്ത്യയിൽ തന്നെ സദേൺ റീജിയനിലെ ഏറ്റവും മികച്ച മെഡിക്കൽ കോളേജ് ജവഹർലാൽ നെഹ്റു ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പോസ്റ്റ് ഗ്രാജുവേറ്റ് മെഡിക്കൽ എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച് സെൻറ്റർ ജിപ്മറിൻ്റെ ക്യാമ്പസിലെ BSc നഴ്സിംഗിൻ്റെയും അതുപോലെ 11 അലൈഡ് കോഴ്സുകൾക്കും ആപ്ലിക്കേഷൻ ഇൻവൈറ്റ് ചെയ്തിരിക്കുന്നു. നമുക്കറിയാം MBBS കഴിഞ്ഞാൽ കുട്ടികൾക്ക് ഏറ്റവും പ്രാധാന്യത്തോടെ കാണുന്ന ഒരു കോഴ്സാണ് BSc നഴ്സിംഗ്. BSc നഴ്സിംഗ് കോഴ്സ് ജിപ്മറിൻ്റെ ക്യാമ്പസിൽ പഠിക്കുമ്പോൾ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ആനുവൽ ഫീസ് ടോട്ടൽ എല്ലാ എക്സ്പെൻസും ചേർന്നിട്ട് 11,040 rupees മാത്രമാണ് ഫീസ് വരുന്നത്. ഇനി ഈ BSc നഴ്സിംഗ് കോഴ്സിലേക്ക് മാത്രമല്ല ജിപ്മറിൻ്റെ ക്യാമ്പസിലേക്ക് ആപ്ലിക്കേഷൻ ഇൻവൈറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് കൂടാതെ 11 അലൈഡ് കോഴ്സുകളിലേക്കും കൂടെയാണ് ആപ്ലിക്കേഷൻ ഇൻവൈറ്റ് ചെയ്തിരിക്കുന്നത്. ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് October 24 ആണ്. ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു. October 3 മുതൽ 24 വരെയുള്ള സമയങ്ങളിലായി നാം ഓൺലൈനായിട്ട് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യണം. ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യേണ്ട വെബ്സൈറ്റ് jipmar.edu.in എന്ന വെബ്സൈറ്റിലൂടെ വേണം നാം ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാൻ. ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്ന പ്രോസസ്സിംഗ് ഈസിയാണ്. ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് വിദ്യാർത്ഥികൾക്ക് എന്തെങ്കിലും എറർ വന്നു കഴിഞ്ഞാൽ അത് നമുക്ക് എഡിറ്റ് ചെയ്യാനോ ജിപ്മറിൻ്റെ ക്യാമ്പസിലേക്ക് വിളിച്ചിട്ട് അത് കറക്റ്റ് ചെയ്യാനോ അങ്ങനെയുള്ള ഓപ്ഷൻസ് ഒന്നുമില്ല. മെയിൽ അയച്ച് കറക്റ്റ് ചെയ്യാനുള്ള റിക്വസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസും ഇല്ല. കഴിവതും മിസ്റ്റേക്കുകളില്ലാതെ ഓൺലൈനായി ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുക. ഇൻ കേസ് മിസ്റ്റേക്ക് വന്നാൽ നമുക്ക് പുതിയതായി ആദ്യം മുതൽ തന്നെ വീണ്ടും ആപ്ലിക്കേഷൻ പ്രൊസീജിയർ ഫസ്റ്റ് തൊട്ട് സ്റ്റാർട്ട് ചെയ്ത് കംപ്ലീറ്റ് ചെയ്ത് വേണം സേവ് ചെയ്ത് വേണം നാം മുന്നോട്ട് മൂവ് ചെയ്യാൻ. ഇനി ആപ്ലിക്കേഷൻ ചെയ്യേണ്ട ഫില്ല് ചെയ്യേണ്ട ഡോക്യുമെൻസിനെ കുറിച്ചൊക്കെ നമുക്ക് വിശദമായിട്ട് കാണാം. ഏതൊക്കെ കോഴ്സിലേക്കാണ് അപ്ലൈ ചെയ്യേണ്ടത്? നമുക്ക് BSc നഴ്സിംഗും ഉണ്ട്, ഇതിനോടൊപ്പം 11 അലൈഡ് കോഴ്സുകളും ഉണ്ട്. ഇനി ഇങ്ങനെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്ന വിദ്യാർത്ഥികളിൽ നിന്നും നമ്മുടെ എലിജിബിലിറ്റി ലിസ്റ്റാണ് ആദ്യം പബ്ലിഷ് ചെയ്യുന്നത്. അത് പബ്ലിഷ് ചെയ്യുന്നത് November 8 അപ്പോൾ മുഴുവൻ വിദ്യാർത്ഥികൾക്കും ഇന്ത്യ മുഴുവൻ നിന്നുള്ള വിദ്യാർത്ഥികൾക്ക് ഈ ക്യാമ്പസിലെ കോഴ്സുകളിലേക്ക് അപ്ലൈ ചെയ്യാം. BSc നഴ്സിംഗ് ഉൾപ്പെടെയുള്ള 11 അലൈഡ് കോഴ്സുകൾക്ക് ടോട്ടൽ 181 സീറ്റുകളാണുള്ളത്. ഈ 181 സീറ്റുകളിലേക്ക് ഇന്ത്യ മുഴുവനുള്ള വിദ്യാർത്ഥികൾക്ക് അപ്ലൈ ചെയ്യാം. ഈ അപ്ലൈ ചെയ്യുന്നത് നമുക്ക് നീറ്റിൻ്റെ സ്കോറിനെ ബേസ് ചെയ്തിട്ടാണ് അഡ്മിഷൻ പ്രൊസീജിയർ കംപ്ലീറ്റ് ചെയ്യുന്നത്. ഇതിനോടൊപ്പം നീറ്റിൻ്റെ എലിജിബിലിറ്റിയിൽ വന്നിട്ടുള്ള എല്ലാ റിസർവേഷൻസും അത് OBC കാറ്റഗറിയിലുള്ളതും പേഴ്സൺ വിത്ത് ഡിസബിലിറ്റിയുടെയും EWSൻ്റെയും SC/STയുടെയും എല്ലാ റിസർവേഷൻസും കൺസിഡർ ചെയ്തുകൊണ്ടാണ് അഡ്മിഷൻ പ്രൊസീജിയർ കംപ്ലീറ്റ് ചെയ്യുക. അങ്ങനെ എലിജിബിൾ ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുമ്പോൾ അതിൽ നാം അപ്ലൈ ചെയ്യുന്ന വിദ്യാർത്ഥികളിൽ നിന്നും ആർക്കൊക്കെയാണോ ആ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളത് ആ വിദ്യാർത്ഥികൾ ജിപ്മറിൻ്റെ ക്യാമ്പസിൽ ഡയറക്റ്റ് ചെന്ന് എല്ലാ ഡോക്യുമെൻസുമായി ഡയറക്റ്റ് ചെന്ന് വേണം അഡ്മിഷൻ പ്രൊസീജിയർ കംപ്ലീറ്റ് ചെയ്യാൻ. ഇങ്ങനെ അഡ്മിഷൻ ലഭിക്കുന്ന വിദ്യാർത്ഥികൾക്ക് November 25 കൂടി ക്ലാസ്സുകളും സ്റ്റാർട്ട് ചെയ്യും. ഇനി നമുക്ക് നോക്കാം എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. ഇതിനോടൊപ്പം ഒരു കാര്യം സൂചിക്കട്ടെ, ആൽഫ അക്കാഡമിയുടെ ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിലൂടെ എൻട്രൻസ് മേഖലയിലുള്ള വിവിധ എൻട്രൻസ് പരീക്ഷകളെക്കുറിച്ച് +1 +2 സയൻസ് പഠിക്കുന്നതിനോടൊപ്പം നാം അപ്ലൈ ചെയ്യേണ്ട ഓരോ പരീക്ഷകളെക്കുറിച്ചും അതിനുള്ള നോട്ടിഫിക്കേഷൻസിനെ കുറിച്ചും ഇനി നോട്ടിഫിക്കേഷൻ വന്നു കഴിയുമ്പോൾ ഞാൻ എങ്ങനെയൊക്കെയാണ് അപ്ലൈ ചെയ്യേണ്ടത്, ഏതൊക്കെ ക്യാമ്പസും കോഴ്സുകളുമാണ് അതിലൂടെ ലഭിക്കുന്നത്, ആ കോഴ്സുകൾക്കുള്ള മെറിറ്റ്സുകൾ എന്തൊക്കെയാണ്, ഇതിനെക്കുറിച്ചെല്ലാം വിശദമായ അപ്ഡേറ്റ്സുകൾ കൃത്യമായി ഈ ചാനലിലൂടെ നിങ്ങൾക്ക് വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും ലഭിച്ചുകൊണ്ടേയിരിക്കും. ഇനി നമുക്ക് വിശദമായിട്ട് നോക്കാം ഏതൊക്കെ കോഴ്സുകൾക്കാണ് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യേണ്ടത്. BSc നഴ്സിംഗിന് ടോട്ടൽ 94 സീറ്റുകളാണ് വരുന്നത്. അതിൽ തന്നെ ഗേൾസിന് 85 സീറ്റുണ്ട്, ബോയ്സിന് 9 സീറ്റുമാണുള്ളത്. ബാക്കി വരുന്ന 11 കോഴ്സുകൾ BSc അലൈഡ് ഹെൽത്ത് സയൻസ് കോഴ്സുകളിൽ ബാച്ചിലർ ഓഫ് മെഡിക്കൽ ലാബറട്ടറി സയൻസ് കോഴ്സിന് 37 സീറ്റുകളുണ്ട്. ഇനി വരുന്ന എല്ലാ കോഴ്സുകൾക്കും 5 സീറ്റുകൾ വീതമാണുള്ളത്. അനസ്തേഷ്യ ടെക്നോളജി, ബാച്ചിലർ ഓഫ് ഒപ്റ്റോമെട്രി, കാർഡിയാക് ലാബറട്ടറി ടെക്നോളജി, ഡയാലിസിസ് തെറാപ്പി ടെക്നോളജി, മെഡിക്കൽ ലാബറട്ടറി ടെക്നോളജി ഇൻ ബ്ലഡ് ബാങ്കിങ്, മെഡിക്കൽ റേഡിയോളജി ആൻഡ് ഇമാജിൻ ടെക്നോളജി, ന്യൂറോ ടെക്നോളജി, ന്യൂക്ലിയർ മെഡിസിൻ ടെക്നോളജി, പെർഫ്യൂഷൻ ടെക്നോളജി, റേഡിയോ തെറാപ്പി ടെക്നോളജി. ഇങ്ങനെ BSc നഴ്സിംഗിനും അലൈഡ് കോഴ്സുകൾക്കുമായി
181 സീറ്റുകളാണ് ടോട്ടൽ ഉള്ളത്. ഇനി ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുമ്പോൾ എന്തൊക്കെ ഡോക്യുമെന്റ്സ് നമ്മുടെ കയ്യിൽ വേണം? മെയിനായിട്ട് ഫോട്ടോഗ്രാഫ്, സിഗ്നേച്ചർ, നീറ്റ് UGയുടെ റിവൈസ്ഡ് സ്കോറിൻ്റെ കാർഡ്. അത് നമുക്കറിയാം, നീറ്റിന് ആദ്യം തന്നെ ഫസ്റ്റ് റിസൾട്ട് പബ്ലിഷ് ചെയ്തതിന് ശേഷം ആൻസർ കീ റിവൈസ് ചെയ്ത് പുതിയ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തു. അങ്ങനെ റിവൈസ് ചെയ്ത സ്കോർ കാർഡ് വേണം നമ്മൾ സബ്മിറ്റ് ചെയ്യാൻ. ഇതിനോടൊപ്പം എന്തൊക്കെ റിസർവേഷൻസ് ഉള്ളവർക്കും ആ റിസർവേഷൻസ് കൺസിഡർ ചെയ്യും. OBC, NCL, SC, ST, EWS, പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി, അതുപോലെ പുതുച്ചേരിയിലുള്ളവർക്ക് അവരുടെ ഡൊമിസിലിൻ സർട്ടിഫിക്കറ്റും പ്രൊഡ്യൂസ് ചെയ്താൽ അതിനുള്ള റിസർവേഷൻസും കൺസിഡർ ചെയ്യും. എല്ലാ റിസർവേഷൻ കാറ്റഗറികളും കൺസിഡർ ചെയ്തുകൊണ്ടാണ് അഡ്മിഷൻ പ്രൊസീജിയർ കംപ്ലീറ്റ് ചെയ്യുക. ഇനി ഇതിനോടൊപ്പം BSc നഴ്സിംഗ് പഠിക്കാൻ പറ്റുന്ന ഏറ്റവും മികച്ചൊരു ക്യാമ്പസാണ് ജിപ്മർ എന്നതിനോടൊപ്പം അവിടുത്തെ ഫീസാണ് ഏറ്റവും വിദ്യാർത്ഥികളെ, രക്ഷിതാക്കളെ സംബന്ധിച്ചിടത്തോളം അട്രാക്ട് ചെയ്യുക. കാര്യം ടോട്ടൽ എക്സ്പെൻസ് വരുന്നത് 11,410 റുപ്പീസ് മാത്രമാണ് ടോട്ടൽ ഫീസായിട്ട് പെർ ഇയർ വരിക. ഇനി ഇതിനോടൊപ്പം ജിപ്മറിന്റെ പ്രോസ്പെക്ടസിനകത്ത് തന്നെ പ്രത്യേകം പറയുന്നുണ്ട്, നമ്മൾ അവിടെ ഒരു കോഴ്സ് ജോയിൻ ചെയ്തതിന് ശേഷം ഡിസ്കണ്ടിന്യൂ ചെയ്താൽ 10,000 റുപ്പീസ് ഫൈൻ ഉണ്ട്. ജോയിൻ ചെയ്തതിന് ശേഷം 1 ഇയർ അക്കാഡമിക് ഇയർ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് നാം വിഡ്രോ ചെയ്യുന്നതെങ്കിൽ 25,000 റുപ്പീസ് ഫൈൻ ഉണ്ട്. സെക്കൻഡ് ഇയർ പഠിക്കുന്ന സമയത്താണ് നമ്മൾ ഡിസ്കണ്ടിന്യൂ ചെയ്യുന്നതെങ്കിൽ 50,000 റുപ്പീസ് ഫൈൻ ഉണ്ട്. വീണ്ടും നമുക്ക് ഓർക്കാം, നമുക്ക് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് October 24 ആണ്. എല്ലാ ഡോക്യുമെന്റ്സുകളും കൃത്യമായിട്ട് സബ്മിറ്റ് ചെയ്തുകൊണ്ട് കൃത്യമായിട്ട് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്ത് നമുക്ക് ഒരു എലിജിബിലിറ്റി നേടിയെടുക്കുക എന്നുള്ളതാണ് ആവശ്യം. നമ്മൾ അതിൽ എലിജിബിൾ ആയോ എന്നുള്ളത് November 8 കൂടിയാണ് അറിയാൻ സാധിക്കുക. അപ്പോൾ മെഡിക്കൽ സെക്ടറിലെ തന്നെ MBBSനും BDSനും അല്ലെങ്കിൽ അഗ്രികൾച്ചറും കോഴ്സുകൾ പോലെ തന്നെ വിദ്യാർത്ഥികൾ ഏറ്റവും അധികം ഇൻട്രസ്റ്റോടെ കാണുന്ന ജിപ്മറിന്റെ അല്ലെങ്കിൽ ജിപ്മറിന്റെ ക്യാമ്പസ് എന്ന് പറഞ്ഞാൽ ഈക്വൽ ടു എയിംസ് എന്ന് നമുക്ക് പറയാം. അപ്പോൾ എയിംസും ജിപ്മറും ഒക്കെയാണ് ഇന്ത്യയിലെ ഏറ്റവും ടോപ്പ് മോസ്റ്റ് മെഡിക്കൽ കോളേജിന്റെ കാറ്റഗറിയിൽ വരുന്ന. ആ ക്യാമ്പസിൽ ഒരു പാരാമെഡിക്കൽ കോഴ്സോ അല്ലെ BSc നഴ്സിംഗ് കോഴ്സിനോ അഡ്മിഷൻ കിട്ടിയാൽ കുട്ടികളുടെ ഫ്യൂച്ചറിൽ ഉണ്ടാകുന്ന ഡിസിഗ്നേഷൻസ്, അതിലൂടെ കിട്ടുന്ന ലൈഫിൽ ഉണ്ടാകുന്ന ഏറ്റവും നല്ലൊരു കരിയർ എന്ന് പറയുന്നത് എൻജോയ് ചെയ്യാൻ എല്ലാ വിദ്യാർത്ഥികൾക്കും സാധിക്കട്ടെ. തീർച്ചയായും ഡേറ്റുകൾ ഓർത്തു വെച്ച് കൃത്യമായിട്ട് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുക. പുതിയ ഒരു നോട്ടിഫിക്കേഷനും അപ്ഡേറ്റ്സുമായി നമുക്ക് ഈ ചാനലിലൂടെ വീണ്ടും കാണാം. ബെസ്റ്റ് വിഷസ്.